Hi friends, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പരീക്ഷ രണ്ട് ഘട്ടങ്ങളായിട്ടാണ്, അതായത് പ്രിലിംസ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാം ഘട്ടം നടക്കുന്നത് മെയ് 24-നും രണ്ടാം ഘട്ടം പരീക്ഷ നടക്കുന്നത് ജൂൺ 28-നുമാണ്. അടുത്തടുത്ത 2 മാസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മെയിൻസിന് 2 പേപ്പറാണുള്ളത്. 100 മാർക്കിൻ്റെ വീതമുള്ള ഓരോ പേപ്പറുകൾ. അപ്പോൾ 100 മാർക്കിൻ്റെ വീതമുള്ള 2 പേപ്പറുകളാണുള്ളത്. ഇവിടെ നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഒരേ സമയം തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. കാരണം നമുക്ക് മെയ് മാസത്തിലേക്കാണ് പ്രിലിംസിൻ്റെ ആദ്യഘട്ടം എക്സാം നടക്കുന്നത്. ഒരുപക്ഷെ പ്രിലിംസ് ജയിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻസ് എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് മെയിൻസിനും ഇതിനോടൊപ്പം തന്നെ പഠിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടം പരീക്ഷ മെയ് 24-നാണ്, രണ്ടാം ഘട്ടം ജൂൺ 28-നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസമാണുള്ളത്. ഏകദേശം 1 മാസം ഒരു പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് കിട്ടും പഠിക്കാനായിട്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രിലിംസിലും മെയിൻസിലും കോമൺ ആയിട്ട് വരുന്നത്, അതായത് പ്രിലിംസിലാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇവിടെ 50 മാർക്കിനാണ് പ്രിലിംസ്. പകുതി മാർക്ക് ഇതിനാണ്, ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിലുമാണ്. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം നല്ല മാർക്ക്, ഒരു 40+, 40 മാർക്ക് കൂടുതൽ വാങ്ങാൻ പറ്റിയാൽ വളരെ നല്ല സ്കോറാണത്. ബാക്കി നമുക്ക് GKയുടെ ഭാഗത്തുനിന്നൂടെ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ മെയിൻസ് നമുക്ക് അതുപോലെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം മെയിൻസിന് നമുക്ക് അധിക സമയം കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. മാക്സിമം ഒരു 60 ദിവസം നമ്മളൊരു മനസ്സിൽ കണക്ക് കൂട്ടുക, പഠിക്കാനായിട്ട് ഒരു 60 ദിവസം പ്രിലിംസ് കഴിഞ്ഞാൽ അങ്ങനെ കണക്ക് കൂട്ടുക. പിന്നെ അതിൽ കൂടുതൽ എത്ര കിട്ടുവാണെങ്കിൽ അത് പ്ലസ് ആണെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് പഠിക്കാൻ സാധിക്കും. പക്ഷേ മെയിൻസിനും കൂടെ നമുക്ക് ഇതിനോടൊപ്പം പഠിച്ച് തന്നെ പോകണം. മെയിൻസിനാണെങ്കിൽ 2 പേപ്പറുണ്ട്. അതിൽ ഒന്നാമത്തെ പേപ്പറിലുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിലിംസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. പ്രിലിംസിൽ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നമുക്ക് മെയിൻസിൻ്റെ 1-ാം പേപ്പറിലുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻസിൻ്റെ 1-ാം പേപ്പറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. അവിടെ ഇംഗ്ലീഷ് നമുക്ക് 13 മാർക്കിനും അതുപോലെ മലയാളം 13 മാർക്കിനുമാണ് ചോദിക്കുന്നത്. മാത്സ് ആണെങ്കിൽ ഇവിടെ 15 മാർക്കിനാണ്. മാത്സ് 15 മാർക്കിനാണ്. അങ്ങനെ ഫസ്റ്റ് പേപ്പറിൽ 41 മാർക്കിനാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രിലിംസ് പഠിക്കുമ്പോൾ ഈ ഫസ്റ്റ് പേപ്പറിനുള്ളത് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ആ ഫസ്റ്റ് പേപ്പർ അങ്ങ് തീരും. നമ്മുടെ പ്രിലിംസ് കഴിയുമ്പോൾ പ്രിലിംസും ക്ലിയർ ചെയ്യാൻ പറ്റും. എന്നാൽ മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറും ക്ലിയർ ആകും, പഠിച്ചു തീർന്നിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രിലിംസ് നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. പ്രിലിംസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ തുടങ്ങുന്നവരെ ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിലും ഇനി പഠിച്ചാലും മതിയാകും. തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റും, പ്രിലിംസും ക്ലിയർ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിലിംസിൻ്റെ സിലബസ് പഠിക്കുക. അത് ഫസ്റ്റ് പേപ്പറിന് യൂസ്ഫുൾ ആകും. അതിൽ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ GK ഭാഗവും നന്നായിട്ട് പഠിക്കുക. പിന്നെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ എന്ന് പറയുന്നത് 2-ാമത്തെ പേപ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം സമയം കിട്ടും, അതായത് ഒരു 5-6 മാസമൊക്കെ കിട്ടും എന്നൊന്നും കരുതരുത്. മാക്സിമം ഒരു 2 മാസം മനസ്സിൽ കണക്ക് കൂട്ടി പഠിക്കുക. അതിൽ കൂടുതൽ എത്ര കിട്ടിയാലും പ്ലസ് ആണ് എന്ന് വിചാരിക്കുക ദിവസങ്ങൾ പഠിക്കാനായിട്ട്. അതുകൊണ്ട് 2-ാമത് വരുന്ന പേപ്പർ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം നോക്കിയാലും മതിയാകും. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പ്രിലിംസിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. പിന്നെ വരുന്ന 2-ാമത്തെ പേപ്പർ മെയിൻസിൻ്റെ 2-ാമത്തെ പേപ്പർ ഈ കിട്ടുന്ന 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പാകത്തിന് പഠിച്ചെടുക്കുക. അതായത് പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം പഠിച്ചാലും മതിയാകും. പിന്നെ ഇതിനകത്തും കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കൊക്കെ ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രിലിംസിനകത്തും ഉണ്ട്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ബുദ്ധിമുട്ട് വരുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ.
സെക്കൻഡ് പേപ്പറിൽ അത് നമുക്ക് ഈ കിട്ടുന്ന പ്രിലിംസ് കഴിഞ്ഞ് വരുന്ന ആ ദിവസങ്ങളിൽ പിന്നെ പഠിക്കാൻ കിട്ടുന്ന ദിവസങ്ങളിൽ അത് നന്നായിട്ട് പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ 2 പേപ്പറും ക്ലിയർ ചെയ്യാൻ പാകത്തിന് പഠിച്ചെടുക്കാനുള്ള സമയം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ കിട്ടുന്ന കുറഞ്ഞ സമയമാണെങ്കിലും തീർച്ചയായിട്ടും സാധിക്കും. ഇനി പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും പറ്റും. ഇപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. പിന്നെ ഉള്ളൊരു സെക്കൻഡ് പേപ്പർ, രണ്ടാമത്തെ പേപ്പർ അത് പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം പഠിച്ചാലും മതിയാകും. പിന്നെ പഠിക്കാൻ പറ്റുന്നുള്ളവർ ഇപ്പോഴേ അത് പഠിച്ചു തന്നെ പോവുക. അതിനുശേഷം പഠിക്കണം എന്നതല്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. പഠിക്കാൻ പറ്റുന്നുള്ളവർ ഇപ്പോൾ തന്നെ അതും കൂടെ രണ്ടാമത്തെ പേപ്പറും കൂടെ നോക്കി തന്നെ പോവുക. പക്ഷെ പറ്റുന്നില്ല, എല്ലാം കൂടെ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർ മാത്രം പ്രിലിംസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. അത് മെയിൻസിന് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ മെയിൻസിൻ്റെ ഫസ്റ്റ് പേപ്പറിൽ. അപ്പോൾ പിന്നെ സെക്കൻഡ് പേപ്പറിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതും ഇതോടൊപ്പം ഉള്ളത് കറണ്ട് അഫേഴ്സും കൂടെ അത് ആഴ്ചയിൽ ഒരിക്കലും നോക്കി പോവുക. തീർച്ചയായിട്ടും കറണ്ട് അഫേഴ്സും കൂടെയൊക്കെ നോക്കി പോവുക. ഉറപ്പായിട്ടും ഇത് വിജയിക്കാൻ സാധിക്കും. അതായത് 2 പേപ്പറാണെന്ന് കരുതി, മെയിൻസിന് 2 പേപ്പറാണെന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും വരുന്ന വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ബൈ.